ചേതസി പരമാർത്ഥബോധമങ്ങില്ലാഞ്ഞ് ഇവൻ ചെയ്ത അപരാധമെല്ലാം പൊറുത്തുകൊള്ളേണമേ. ഗദ്ഗദവാക്യം ഇത്തം രുക്മിണി ചൊന്നനേ. രുക്മിണി കാന്തൻ കൃഷ്ണൻ കേട്ടുടൻ കാരുണ്യത്താൽ കൊല്ലുന്നില്ല ഇവനെ ഞാൻ എന്നുരച്ച് അതികോപാൽ മല്ലലോചനൻ കെട്ടി തൽക്ഷണം മീശകേശം വല്ലാതെ മുറിച്ചു. അവൻ തന്നെയും വിരൂപിച്ചു. മല്ലലോചനൻ വിശ്വനായകൻ നിൽക്കും നേരം വൈദർഭൻ തന്റെ സൈന്യമെല്ലാമേ ഒടുക്കിയിട്ട് യാദവന്മാരുമായിട്ട് അവിടെ ചെന്നു രാമൻ. അന്നേരം വൈരൂപ്യവും വന്ന് ബന്ധനപ്പെട്ട തന്നെ ബന്ധുവാകും രുക്മിയെ കണ്ടു രാമൻ. കഷ്ടമാമിതു കൃഷ്ണ, നീ ചെയ്ത കാര്യമോർത്താൽ ഒട്ടുമേ നന്നായില്ല നിശ്ചയം. ഇതു പാർത്താൽ ബന്ധുക്കൾ തന്നെ വിരൂപിക്കുകയെന്നുള്ളത് ബന്ധുക്കൾ തന്നെ വധിക്കുന്നതിന് സമം തന്നെ എന്നു ചൊല്ലിയിട്ടു രാമൻ രുക്മിതൻ ബന്ധനത്തെ മന്ദമെന്നിയെ പോക്കി യാത്രയും മയപ്പിച്ചു. രുക്മി തന്നെയും അയച്ചന്നേരം ബലഭദ്രൻ രുക്മിണിയോടായി ഇത്തം പറഞ്ഞു വഴി പോ. ഇന്ന് ഇതുകൊണ്ട് നിന്റെ മനസ്സം തന്നിൽ ഒട്ടും വന്നു പോകരുതേതും ശോകവും മാന അപമാന സുഖദുഃഖാദിഭേദമെല്ലാം മാനസെ തോന്നിയിടുന്നത് അജ്ഞാനം അറികനി. ജ്ഞാനഹീനമാമഹംഭാവമുണ്ടാക മൂലം മനുഷ്യജനത്തിനു തോന്നുന്നതു ഇവയൽ. പഞ്ചഭൂതാത്മകമായുള്ള ദേഹാദികൾക്കു ചഞ്ചലമില്ല. നിത്യമെന്നോർത്തു ജനങ്ങൾ ഞാനെന്നും നീ എന്നും ഇതെനിക്കുള്ളവയെന്നും ജ്ഞാനമില്ലായ്ക കൊണ്ടു തോന്നുന്നു മാനസത്തിൽ. ദേഹാദിലോകമെല്ലാം അനിത്യം. സുഖദുഃഖമോഹമാന അപമാനം എന്നിവയോർത്തു കണ്ടാൽ ആത്മാവിന്നിവയില്ല. നിത്യനിർമ്മലമത് സ്വാത്മാവ് കൊണ്ടു തന്നെ ആത്മാനം അറിയുമ്പോൾ മായയാ വിചാരമില്ലായ്കയാൽ ഭ്രമം കൊണ്ട് കായാദിബന്ധമുണ്ടെന്നുള്ളതും മിഥ്യയെന്നും ആയത്ത വിലോചനെ ചിന്തിച്ചു വഴി പോലെ മായാവിപ്രമ ദുഃഖമാദിയെ ത്യജിക്കാനീ. ഇത്തരം രാമൻ തന്റെ വിജ്ഞാനവാക്യങ്ങളാൽ ചിത്തവും തെളിഞ്ഞുമേ വീടിനാൽ വൈദർഭിയും കൊല്ലാതെ കൊല ചെയ്ത രുക്മിയും പിന്നത്തത്ര നില്ലാതെ വല്ലായ്മയാൽ കുണ്ടിനാന്തികം ബുക്കൂ. ചിത്രമായി ഭോജകടമെന്നു പേരായ പുരം സത്വരം നിർമ്മിപ്പിച്ചു. ചെന്നതിൽ വാണിയിടിന മുന്നം താൻ പറഞ്ഞതുപോലെ വന്നീടുപോളും എന്നുമേ കുണ്ഠിനത്തിൽ പോകയില്ല എന്നു വാണാൻ. ഇത്തം ഭൂപതിമാരെ ജയിച്ചു കുന്ദനും ഉത്തമ നാരീമണി വൈദർഭിയോടും കൂടി യാദവസേനയോടും ഒന്നിച്ചു വേഗേന പോയി മോദേന ശ്രീമത് ദ്വാരാവതിയിൽ അകമ്പുക്കാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീ രാമഭദ്രാനന്ദ പരമാത്മനേ നമ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം നമ ശിവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ സദ്ഗുരു